ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KBFC സോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു മത്സരം നാളെ എത്തുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC നാളെ വൈകുന്നേരം 5:30ക്കാണ് മത്സരം നടക്കുന്നത്. ആ ഒരു മാച്ചിന്റെ പ്രീ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. നാളെ നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏവേ മത്സരമായിട്ടാണ് വരുന്നത്. ഈസ്റ്റ് ബംഗാളിന്റെ സ്റ്റേഡിയത്തിലാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയി കളിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം മോശത്തിലാണ്. എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് ഉള്ളത്. കളിച്ച 4 കളിയിലും ഈസ്റ്റ് ബംഗാളിന് 2 ജയവും അതേപോലെ തന്നെ 1 തോൽവിയും 1 സമനിലയുമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത് എന്തായാലും മികച്ചൊരു സ്റ്റാറ്റ്സ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഒരു മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 5ാമത്തെ തോൽവിയായിരിക്കും ഏറ്റുവാങ്ങുന്നുണ്ടാവുക. ഈസ്റ്റ് ബംഗാളിനെതിരെ നാളെ നടക്കുന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുപ്പിച്ച് 5 മത്സരങ്ങൾ പരാജയപ്പെടുന്നതായിരിക്കും. ഏതൊരു ISL ടീമിനെ വെച്ച് നോക്കിയാലും അത് വളരെയധികം മോശമുള്ള ഒരു സ്റ്റാറ്റ്സ് തന്നെയാണ്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മുഹമ്മദ് അൻസും റെലഗേഷന്റെ വക്കിലാണ്. ഈ കളിച്ച 4 കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പാസ് തന്നെയാണ്. ഒരു മത്സരത്തിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് പാസ് നടത്തുന്നത്. പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡ് ഭാഗത്ത് തന്നെയാണ് ആ ഒരു മിസ് പാസ് നടക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു കുറവാണ് ഫോർവേഡിലോട്ട് പന്ത് എത്തിച്ചു കൊടുക്കുക എന്ന്. ഈ കഴിഞ്ഞ 4 മത്സരത്തിലും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർവേഡിലോട്ട് പന്ത് എത്തിച്ചു കൊടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കേഴ്സിന് ഒരു ഭാവത്തിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കളിയിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മികച്ചൊരു ഫോർമേഷൻ തന്നെ ഇറക്കേണ്ടതുണ്ട്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറയാൻ വിട്ടൊരു പേരായിരുന്നു അജിസലും കഴിഞ്ഞ കളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ നമുക്ക് അജിസലിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. നാളെ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിന്റെ ഒരു സാധ്യത ലൈനപ്പ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായാലും അതിപ്പോ നമുക്ക് പരിശോധിക്കാം. ഗോളി കീപ്പർ ആയിട്ടുള്ളത് ഹർഷ് സിംഗിനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഹർഷ് സിംഗ് കളിച്ച കളിയിലൊക്കെ അത്യാവശ്യം മികച്ച പെർഫോമൻസ് തന്നെയാണ് കാട്ടിയിട്ടുള്ളത്. അടുത്തത് CBയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 CBനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായ ഫൗലോ എന്തിയയും അതേപോലെ തന്നെ ബിക്കാഷിനെയാണ് ഞാൻ CBയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും അതേപോലെ തന്നെ റൈറ്റില് സന്ദീപിനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സന്ദീപ് കഴിഞ്ഞ സീസണേക്കാൾ കുറച്ചും കൂടിയും ബെറ്റർ ആയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ CMF വരികയാണെന്നുണ്ടെങ്കിൽ എബിൻ ദാസ്, ഡാനിഷ്, വിപിനെയാണ് ഞാൻ മിഡിൽ വെച്ചിട്ടുള്ളത്. എബിൻ ദാസ് കഴിഞ്ഞ മാച്ചിൽ ഹാഫ് ടൈമിന് ശേഷം വന്നിട്ട് മാരക പെർഫോമൻസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എബിൻ ദാസിനെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് 11 ഇടാനുള്ള കാരണം. റൈറ്റ് വിങ്ങിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കുറു സിംഗിനെയാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കെവിൻ യോക്കിനെയാണ്. സ്ട്രൈക്കർ ഭാഗത്ത് വരുന്നത് എപ്പോഴത്തെയും പോലെ വിക്ടർ ബർട്ടോമിയോ തന്നെയാണ്. എന്തൊക്കെയായാലും ഈ ഒരു ലൈനപ്പിനെ പറ്റി നിങ്ങൾ കൂടുതൽ അഭിപ്രായം താഴത്ത് കമന്റ് ചെയ്യുക.